കാറുകളോ ബൈക്കുകളോ റെന്റിന് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പെൺകുട്ടികളെ 1, 2, 3 മണിക്കൂർ റെന്റിനെടുത്തുകൊള്ളണമെങ്കിൽ അതിനായി വിവാഹമേപ്പെടുത്തി പിന്നെ അതേ സമയത്ത് തന്നെ വിട്ടുമാറ്റുന്ന വിചിത്ര നിയമമുള്ള രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടില്ല. അവിടെ എല്ലാ പെൺകുട്ടികളും തങ്ങളുടെ മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യിക്കുന്നു. അവിടെ വിവാഹിതരായവരേക്കാൾ വിവാഹമോചനം നേടിയവരുടെ എണ്ണമാണ് കൂടുതൽ. ഇതുമാത്രമല്ല, അവിടെ ഫേസ്ബുക്ക്, ട്വിറ്റർ എന്തും ഉപയോഗിക്കരുത്, TV കാണരുത്, പുരുഷന്മാർ ഷോർട്സ് ധരിക്കരുത്. ഈ നിയമങ്ങൾ കണ്ട് ഈ രാജ്യം ഉത്തര കൊറിയയാണെന്ന് ധരിച്ചാൽ അത് തെറ്റ്. കാരണം ഇത് അതിനേക്കാൾ ശക്തിവത്തായ രാജ്യമാണ്. പക്ഷേ ഏത് രാജ്യമാണിത്? ഈ രാജ്യത്തിന് 2 പേരുകൾ എന്തിനു വന്നു? ഇവിടെ മണിക്കൂർ റെന്റിന് വിവാഹങ്ങൾ ചെയ്യാമോ? അതുകൊണ്ടാണോ കൂടുതൽ ആളുകൾ വിവാഹമോചനം നേടുന്നത്? വ്യഭിചാരം ചെയ്താൽ മരണശിക്ഷ നൽകുന്ന രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ആ പ്രവർത്തനം എങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ നിരവധി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ അറിയാം. വീഡിയോയെ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ രാജ്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ അമേരിക്കയോടും ഇസ്രായേലോടും യുദ്ധം ചെയ്യുന്ന ഇറാൻ. നാം ആദ്യം ഇറാൻ രാജ്യത്തിന്റെ പേരും അതിന്റെ ചരിത്രവും അറിയാം. പഴയ കാലത്ത് ഈ രാജ്യത്തെ പേർഷ്യ എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് വിളിക്കുന്നു. പേർഷ്യൻ ഭാഷയിൽ ഇറാൻ എന്നാൽ ആര്യരുടെ ഭൂമി എന്നാണ് അർത്ഥം. അവിടുത്തെ ജനങ്ങൾ തങ്ങൾ ആര്യവംശത്തിൽപ്പെട്ടവരാണെന്ന് ശക്തമായി വിശ്വസിക്കുന്നു. ആ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നു. ഭൂഘടശാസ്ത്രപരമായി ഇറാൻ വളരെ പ്രധാനപ്പെട്ട പ്രദേശത്താണ്. അത് ഏകദേശം 10 വ്യത്യസ്ത രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. തുർക്കി, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തുർക്ക്മിനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനിന് ചുറ്റുമാണ്. ഇറാന്റെ തലസ്ഥാന നഗരം തെഹ്റാൻ. അത് ആ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക കേന്ദ്രവുമായി തിളങ്ങിപ്പൊരുതുന്നു. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അത് എണ്ണയിലേക്ക് മാത്രം ആശ്രയിക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള പിസ്ത പയറുകളുടെ 20% ഇറാനിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ടതിനെ പിസ്ത തലസ്ഥാനമെന്നും വിളിക്കുന്നു. പിസ്ത വ്യാപാരം ഇറാൻ സമ്പദ്വ്യവസ്ഥയിൽ വളരെ നിർണായക പങ്ക് വഹിക്കുന്നു. പിസ്തയോടൊപ്പം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഗുണമേന്മയുള്ളതും വിലയേറിയതുമായ കുങ്കുമപ്പൂവും ഇവിടെ വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കശ്മീർ കുങ്കുമത്തേക്കാൾ ഇറാൻ കുങ്കുമത്തിന് ലോകവിപണിയിൽ നല്ല ഡിമാൻഡാണ്. ഇറാന്റെ തിവാച്ചി അല്ലെങ്കിൽ കാർപ്പറ്റുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോകത്തെ തന്നെ മികച്ച ഗുണമേന്മയുള്ള കാർപ്പറ്റുകൾ ഇറാനിൽ മാത്രമേ ലഭിക്കൂ. അവ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ്. എന്നിരുന്നാലും ഇറാന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ കറുത്ത സ്വർണം, അതായത് എണ്ണ സംഭരണികൾ. ലോകമെമ്പാടുമുള്ള മൊത്തം എണ്ണ സംഭരണികളിൽ ഏകദേശം 10% ഇറാനിലാണ്. ഏകദേശം 25% അനുവദിക്കപ്പെട്ടു. എണ്ണ സംഭരണികൾക്കടുത്താണ് ഏകദേശം 25 ബില്യൺ ബാരൽ എണ്ണ ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദിവസവും ഏകദേശം 4 മില്യൺ ബാരൽ എണ്ണ പമ്പ് ചെയ്ത് ലോകമെമ്പാടും വിതരണം ചെയ്യുന്നു. ഈ എണ്ണ കയറ്റുമതി ബിസിനസ്സിലൂടെയാണ് ഇറാൻ രാജ്യം അമൂല്യമായ പണം സമ്പാദിക്കുന്നത്. എണ്ണ മാത്രമല്ല, പ്രകൃതിവാതക ഉൽപ്പാദനത്തിലും ഇറാൻ ലോകത്ത് 2ാമത്തെ സ്ഥാനത്താണ്. അതായത് ആ രാജ്യത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാം. ഇറാന്റെ വിചിത്ര നിയമങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും അറിയാം. ഇവിടെ 99% ജനങ്ങൾ ഇസ്ലാം മതം പാലിക്കുന്നു. ഇറാനിലെ സ്ത്രീകളിലുള്ള നിയന്ത്രണങ്ങൾ വളരെ കൂടുതലാണ്. 9 വയസ്സ് കടന്ന ഓരോ പെൺകുട്ടിയും പുറത്തിറങ്ങുമ്പോൾ സ്കാർഫോ ഹിജാബോ നിർബന്ധമായി ധരിക്കണം. ഒരു സ്ത്രീയും സ്കാർഫില്ലാതെ വീട്ടിൽ നിന്ന് കാൽ പുറപ്പെടരുത്. സ്ത്രീകൾ മാത്രമല്ല, ഇവിടെ പുരുഷന്മാർക്കും ചില നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചു പോലും ഹാഫ് പാൻറ്റോ ഷോർട്ട്സോ ധരിക്കരുത്. ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ അവരെ ജയിലിലടയ്ക്കും. സ്ത്രീകൾ സ്പോർട്സ് ഈവന്റുകളിൽ നേരിട്ട് പങ്കെടുക്കരുത് എന്ന നിയമമുണ്ടെങ്കിലും ഇവിടെ സ്ത്രീകൾ വളരെ ധൈര്യശാലികളാണ്. അവർ ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ധരിച്ച് സ്റ്റേഡിയങ്ങളിലേക്ക് പോയി മത്സരങ്ങൾ കാണുന്നു. ഇറാനിലെ വിവാഹങ്ങൾ വളരെ വിചിത്രമാണ്. ഇവിടെ ഇപ്പോഴും ബാല്യവിവാഹങ്ങൾ നടക്കുന്നു. പെൺകുട്ടിക്ക് 9 വയസ്സ്, ആൺകുട്ടിക്ക് 15 വയസ്സ് വരുമ്പോൾ മതി അവർക്ക് വിവാഹം ചെയ്യിക്കാം. ഈ വിഷയത്തിൽ ലോകമെമ്പാടും ഇറാനെതിരെയുണ്ടെങ്കിലും ഇറാൻ സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്താണെന്നല്ലേ? ഷോർട്ട് ടേം മാരേജുകൾ. നിങ്ങൾ വെറും കുറച്ചു മണിക്കൂർ, അതായത് 2 മുതൽ 4 മണിക്കൂർ വരെ വിവാഹബന്ധത്തിലിരുന്ന് പിന്നെ വിട്ടുമാറാം. ഇതിനെ തന്നെ സിഗ്ഗ എന്ന് വിളിക്കുന്നു. അവിടെ വിവാഹം ചെയ്യാൻ കുറഞ്ഞത് 1 മണിക്കൂർ ബർത്ത് കൺട്രോൾ ക്ലാസുകൾ കേൾക്കണം. ആരെങ്കിലും ഒരു സ്ത്രീയോട് തെറ്റായി പെരുമാളിയാൽ അവിടെ പൊതുജനങ്ങൾക്ക് അതേ സ്ത്രീയോട് ബലപ്രയോഗം ചെയ്ത് വിവാഹം ചെയ്യിക്കുന്ന അവകാശമുണ്ട്. ഇതുകൊണ്ടാണ് ഇറാനിൽ ബാച്ചിലേഴ്സിനേക്കാൾ വിവാഹമോചനം നേടിയ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്ന് സ്ഥിതിവിവരക്കണക്കുകൾ പറയുന്നത്. ഇറാനിൽ വ്യഭിചാരം പൂർണ്ണമായും നിയമവിരുദ്ധമാണ്.
ശരിയ നിയമങ്ങൾ പ്രകാരം ഗുരുതരമായ അപരാധമായി കണക്കാക്കപ്പെടുന്നു. ഇതിന് മരണശിക്ഷയാണ് ശിക്ഷ. എന്നിരുന്നാലും ഷിയ ഇസ്ലാമിക പാരമ്പര്യത്തിലെ സിഗ്ഗയിലെ ലൂപ്പ് ഹോളിലൂടെ മണിക്കൂറുകളിൽ നിന്ന് ദിവസങ്ങൾ വരെ നിയമപരമായി സെക്സിനായി പണം കൊടുത്തെടുക്കുന്നത് നടക്കുന്നു. ഇത് ചാസ്റ്റിറ്റി ഹൗസുകൾ, മസാജ് പാർലറുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോമുകളിൽ വ്യാപകമാണ്. ഇതിനെ ഔദ്യോഗികമായി നിഷേധിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ കാരണം അണ്ടർഗ്രൗണ്ട് സെക്സ് റേറ്റ് വളരെ വർദ്ധിച്ചു. 2017 അനുമാനങ്ങൾ പ്രകാരം ഏകദേശം 2.3 ലക്ഷം സെക്സ് വർക്കേഴ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗവും തെഹ്റാനിലാണ് എന്ന വിവരം. ഇപ്പോൾ ഓൺലൈൻ ഇന്റർനെറ്റിലൂടെ ഈ ബിസിനസ് കൂടുതൽ വ്യാപിക്കുന്നു. ദാരിദ്ര്യത്തിൽ 12 നിന്ന് 18 വയസ്സുവരെ പല സ്ത്രീകളും ഇതിലേക്ക് വീഴുന്നു. ഇറാനിൽ ടെക്നോളജിയും മീഡിയ ഉപയോഗത്തിലും വളരെ നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ സാറ്റലൈറ്റ് ടെലിവിഷനുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. പാശ്ചാത്യ സംസ്കാരം കണ്ട് ജനങ്ങൾ കുളിർന്നു പോകുമെന്ന സർക്കാർ ഇത്തരം സുരക്ഷിത നടപടികളെടുത്തു. ഇന്റർനെറ്റ് വിഷയത്തിലും ഇറാൻ വളരെ കർശനമാണ്. ഗൂഗിളിനെ ഒരു സ്പൈ വെബ്സൈറ്റായി അവർ കാണുന്നു. ഗൂഗിൾ ഉപയോഗിച്ചാൽ അവരുടെ ഡേറ്റയെല്ലാം പോകുമെന്ന അവരുടെ വിശ്വാസം. അതുകൊണ്ട് സർക്കാർ സ്വന്തം ദേശീയ ഇന്റർനെറ്റ് സജ്ജീകരിക്കാൻ ശ്രമിക്കുന്നു. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ പൂർണ്ണമായും ബാൻ ചെയ്തു. വെറും 40% ജനങ്ങൾ മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ആരോഗ്യവും സൗന്ദര്യവും സംബന്ധിച്ച് ഇറാൻ ജനങ്ങളുടെ താൽപ്പര്യം വളരെ വിചിത്രമാണ്. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ മൂക്കിനെ സൗന്ദര്യമായി കാണുന്നു. 10ൽ 8 സ്ത്രീകൾ മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യിക്കുന്നു. മൂക്കിൽ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ബാൻഡേജ് ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഫാഷനാണ്, ഗൗരവത്തിന്റെ അടയാളമായി കാണുന്നു. അതുകൊണ്ട് സർജറി ചെയ്ത് അവരും സൗന്ദര്യത്തിനായി ബാൻഡേജ് പേസ്റ്റ് ചെയ്ത് നടക്കുന്നു. ഇറാനിലെ ഭക്ഷണവും വളരെ പ്രത്യേകമാണ്. പ്രധാനമായും നോൺ വെജിൽ നിരവധി വകഭേദങ്ങൾ ലഭിക്കുന്നു. ഇവിടത്തെ രാജീയ മാംസത്തിന്റെ രുചി ചവിട്ടാതിരുന്നാൽ ഇറാൻ ട്രിപ്പ് വേസ്റ്റ് എന്ന് ടൂറിസ്റ്റുകൾ പറയുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകുന്നുവെങ്കിൽ തീർച്ചയായും ഫ്ലവർ ബൊക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അവർ വളരെ ദേഷ്യത്തിലാകും. പ്രകൃതിപരമായി ഇറാനിൽ മഴകൾ വളരെ കുറവാണ്. വർഷത്തിന് വെറും 4 ഇഞ്ച് മഴ മാത്രമേ രേഖപ്പെടുത്തൂ. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പകുതി ഭാഗം വെള്ളമില്ലാതെ വരൾക്കുന്നു. എന്നിരുന്നാലും ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിവിധ മാർഗങ്ങളിലൂടെ വെള്ളം വരുത്തുന്നു. ഇറാനിൽ വായുമലിനീകരണവും ഒരു വലിയ പ്രശ്നമാണ്. ഓരോ വർഷവും ഏകദേശം 27,000 പേർ വായുമലിനീകരണം കാരണം മരിക്കുന്നു. ഇറാനിൽ മദ്യത്തിന് പൂർണ്ണ നിരോധനമുണ്ടെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ നിയമവിരുദ്ധമായി മദ്യവ്യാപാരം നടക്കുന്നു. ഇതിലൂടെ സർക്കാർ പരോക്ഷമായി വളരെ സമ്പാദിക്കുന്നു. മറ്റൊരാകർഷകമായ കാര്യം എന്താണെന്നല്ലേ? ഇറാനിൽ 3 തരം കലണ്ടറുകൾ ഉപയോഗത്തിലുണ്ട്. പ്രധാനമായി സോളാർ ഹിജ്രി കലണ്ടർ ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഗ്രിഗോറിയൻ കലണ്ടറും ഇസ്ലാമിക് കലണ്ടറും ഉപയോഗത്തിലുണ്ട്. ഇറാനിൽ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്നു. 1970-ൽ 37% മാത്രമുണ്ടായിരുന്ന അക്ഷരാസ്യതാ നിരക്ക് ഇപ്പോൾ 93%-ലെത്തി. അതിൽ നിന്ന് അവർ വിദ്യാഭ്യാസത്തിൽ എത്രമാത്രം നിക്ഷേപം ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇന്ത്യയിൽ നിന്നും പലരും വന്നു പഠിക്കുന്നു. ഇവിടത്തെ സൈന്യവും വളരെ ശക്തിവത്തായതും നല്ല പരിശീലനം ലഭിച്ചതുമാണ്. സ്പോർട്സിലും ഇറാൻ പിന്നിലല്ല. ഇവിടത്തെ ദേശീയ ഫുട്ബോൾ ടീം ഏഷ്യ കപ്പ് 3 തവണ നേടി. വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ സ്പോർട്സിനും ഇറാനിൽ വളരെ പിന്തുണയുണ്ട്. ഇറാനിൽ യുനെസ്കോ അംഗീകരിച്ച 24 ലോക പൈതൃക സൈറ്റുകളുണ്ട്. ഇവ ടൂറിസ്റ്റുകളെ പ്രത്യേകം ആകർഷിക്കുന്നു. ഇവിടെ ജനങ്ങൾ ടൂറിസ്റ്റുകളോട് വളരെ സൗഹൃദപരമായും ബഹുമാനപൂർവ്വവുമായി ഇരിക്കുന്നു. ഇന്ത്യയ്ക്ക് ഇറാൻ ഒരു നല്ല സുഹൃദ് രാജ്യമാണെന്ന് നാം അഭിമാനത്തോടെ പറയാം. വിസ ഡോക്യുമെന്റുകൾ ശരിയാണെങ്കിൽ വെറും 8 നിന്ന് 9 ദിവസത്തിനുള്ളിൽ ഇറാൻ വിസ ലഭിക്കും. ഒരാഴ്ച ഇറാനിൽ യാത്ര ചെയ്യാൻ ഏകദേശം 50,000 രൂപ വരെ ചെലവാകും. ഇറാനിലുള്ള ഏഷ്യാറ്റിക് ചീറ്റകൾ ലോകത്തെ തന്നെ അപൂർവമാണ്. ഇവ ഇവിടെ തന്നെ നമ്മൾക്ക് കാണാം. അവസാനം ഇറാൻ എന്നത് നിയന്ത്രണങ്ങളും ആധുനികതയും തമ്മിലുള്ള സംഘർഷത്തിലുള്ള ഒരത്ഭുതകരമായ രാജ്യമാണ്. ഒരു വശം കർശനമായ ഇസ്ലാമിക് നിയമങ്ങൾ, മറ്റൊരു വശം വിപരീതമായ എണ്ണ സമ്പത്ത്. ഒരു വശം ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ, മറ്റൊരു വശം പ്ലാസ്റ്റിക് സർജറികളോടെയുള്ള സൗന്ദര്യാസക്തി. ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ ഇറാനിൽ നമ്മൾക്ക് കാണാം. ഈ രാജ്യം തന്റെ പ്രാചീന നാഗരികതയെ സംരക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്റെ മുദ്ര വരച്ചിടുന്നു. ഇറാന്റെ വിചിത്രതകളും പ്രത്യേകതകളും നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ സൗഹൃദ സ്വഭാവവും അവരുടെ സംസ്കാരത്തോടുള്ള ഗൗരവവും നമ്മൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കമന്റ് ചെയ്യുക. വീഡിയോ നച്ചിത്തെങ്കിൽ ഒരു ലൈക്ക് നൽകുക. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക.